ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ശ്രീമതി ഷാഹിദ കമാൽ, ഇന്നലെ മുതൽക്ക് സമൂഹ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ പല കമൻറ്റുകളും വരുന്നുണ്ട്, അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ. നമ്മുടെ ഒരു സമൂഹ മാധ്യമങ്ങളുടെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ ഒറ്റ കമൻറ്റ് മാത്രം വായിക്കാം. നൗഫൽ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമെന്ന് ഒരിക്കലും കരുതുന്നില്ല. ആ പെൺകുട്ടിയുടെ ചുറ്റുപാടുകളും സ്വഭാവവും കൂടി അന്വേഷിക്കേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകരെ മനഃപൂർവ്വം ഒഴിവാക്കിയത് ആ പെൺകുട്ടി തന്നെയാവും. ഒടുക്കം കുറ്റം മുഴുവൻ അവൻ്റെ തലയിലും. ആറന്മുള സംഭവം പീഡനമല്ല, മറിച്ച് അത് ഉഭയകക്ഷി സമ്മതത്തോടെ ആയിരുന്നു എന്നത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതൊരു വ്യക്തിയുടെ സമൂഹമാധ്യമത്തിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ട കമൻറ്റാണ്. നിർഭാഗ്യകരം എന്നൊന്നും വിളിച്ചാൽ പോലെ കേസെടുക്കേണ്ട സംഗതിയാണ്. അത് വനിതാ കമ്മീഷൻ തന്നെ ചെയ്യുക. അപ്പോൾ ഇതൊരു വിചിത്രമായ മാനസികാവസ്ഥയാണ്. ഒരുപക്ഷെ നൗഫലിനേക്കാൾ അപകടകരമായ മാനസികാവസ്ഥയും ഇതൊരു അപകടകരമായ രാഷ്ട്രീയവുമാണ്. ആ അപകടകരമായ രാഷ്ട്രീയം നൗഫലിനെ സഹായിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെത്തിയ CITU നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കാതിരിക്കുക? ഇത് സ്ത്രീ സുരക്ഷയുടെ കൂടി രാഷ്ട്രീയമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ ശ്രീമതി ഷാഹിദ കമാൽ? എനിക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനോ അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിനോ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല എന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ ഞാൻ ഇന്ന് വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോഫി ജുഡീഷ്യറി സംവിധാനത്തിലിരിക്കുകയാണ്. ഇവിടെ പ്രതികളെ രക്ഷിക്കാനൊക്കെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കാണാതെ പോയ ചില കാര്യങ്ങൾ, ഇപ്പൊ ഈ വായിച്ച കമന്റ് ഉണ്ടല്ലോ, ആ കമന്റ് ഈ കുറ്റകൃത്യം ചെയ്ത പ്രതിയേക്കാൾ വൈകൃതമുള്ളവരുടേതാണ് അത്തരം കമന്റുകൾ. ആ കമന്റ് എനിക്കൊരാൾ അയച്ചു തന്നിരുന്നത് നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചു. ഇവിടെ ഒരു MLA, UDFന്റെ ഒരു MLA സ്ത്രീപീഡന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്. നമ്മൾ കണ്ടുപിടുത്ത തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോയിട്ട് വിക്ടിമിന്റെ വീട്ടിലല്ല പോയത്, പ്രതിയുടെ വീട്ടിൽ പോയിട്ടാണ് ആശ്വസിപ്പിക്കാൻ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്ത്രീകൾ, അത് കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, BJP ആവട്ടെ, കാരണം രാഷ്ട്രീയം പറയാൻ പോയി കഴിഞ്ഞാല് നമ്മളിപ്പോ മുട്ടുവരെ ഇല്ലാത്ത ആള് കൈവിരലില്ലാത്തവന് വികലാംഗൻ എന്ന് വിളിക്കുന്ന പോലെയാണ് ഈ ചർച്ച പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെന്തും ആയിക്കൊള്ളട്ടെ, അത് സാരമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ എന്നെ ആ രീതിയിലാണ് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത്. ഇതൊരു പൊളിറ്റിക്കൽ ചർച്ചയാണ് എന്നോട് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പൊ അത്തരം ഒരു ചർച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുക, എന്നോട് പൊളിറ്റിക്സ് ചോദിക്കുകയും ചെയ്താൽ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ നന്നായി എനിക്ക് തീർച്ചയായും ഞാൻ ശ്രീമതി ഷാഹിദ കമാലിനോട് സ്ത്രീ സുരക്ഷയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതല്ലേ എന്നത് മാത്രമേ ചോദിച്ചുള്ളൂ. അത് നല്ല ഉദ്ദേശത്തോടെയാണ്. അതെ, എന്റെ മുന്നിലുള്ള സ്ത്രീ സുരക്ഷയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല എന്റെ മുന്നിലുള്ളത്. ഇന്ന് ഞാനിരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അതിനകത്ത് 100% നീതി പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ സ്ത്രീ സുരക്ഷയുടെ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയമല്ല. അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. എന്റെ മുന്നിൽ വരുന്ന ഓരോ സ്ത്രീയും എന്റെ മുന്നിൽ എന്റെ സഹോദരിമാർ. അവരുടെ രാഷ്ട്രീയമോ അവരുടെ നിറമോ ഒന്നും നോക്കാറില്ല. അവരെല്ലാം എന്റെ സഹോദരിമാരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ട് ഇന്നലെ ഈ വിഷയം നടന്നപ്പോൾ ആദ്യം ഇടപെട്ടൊരു കമ്മീഷൻ അംഗമാണ് ഞാൻ. ആ നിമിഷത്തിൽ തന്നെ ഞാൻ ആ വിഷയത്തിൽ ഇടപെടുകയും ഇന്നലെ രാത്രിയിൽ തന്നെ ഞാൻ പത്തനംതിട്ട SP-യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുന്നത് അടക്കം ഇന്നും അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ഒരാളാണ്. അപ്പം എവിടെ കേരളത്തിൽ ഏത് തരത്തിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോഴോ പീഡനം ഉണ്ടാകുമ്പോഴോ അവിടെയെല്ലാം പരമാവധി ഓടിയെത്താനും അവർക്ക് വേണ്ടുന്ന കഴിയുന്നത്ര സഹായം ചെയ്യാനും ഇടപെടുന്ന ഒരു കമ്മീഷൻ അംഗമാണ് എന്ന അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ ആ രാഷ്ട്രീയമാണ് സ്ത്രീ സുരക്ഷയിൽ കാണുന്നത്. അല്ലാതെ കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും UP-യും ഗുജറാത്തും നമ്മൾ പലതും ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ അതല്ല വേണ്ടത്. നമുക്ക് കേരളത്തില് നമ്മൾ സമാധാനമായിട്ട് സുരക്ഷിതത്വത്തോടു കൂടി നമ്മുടെ സഹോദരിമാർക്ക് ജീവിക്കാൻ കഴിയുന്ന സമത്വസുന്ദരമായ ഒരു സാമൂഹിക ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചർച്ചകളാണ് ഉയർന്നു വരേണ്ടത്. അത്തരം ശ്രീമതി ഷാഹിദ കമാൽ, അപ്രകാരം ക്രിയാത്മകമായി ഇടപെടാനും പ്രവർത്തിക്കാനും വനിതാ കമ്മീഷന് എപ്പോഴും സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ എൻ്റെ ആർഗ്യുമെന്റ് അല്ല, ദീപ്തി മേരി വർഗീസ് നേരത്തെ ഉന്നയിച്ചതുപോലെ ഈ വാളയാർ സംഭവത്തിലടക്കം ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനെല്ലാം പല രീതിയിലുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന് BJP-യും കോൺഗ്രസും ആരോപിച്ചിരുന്നുവല്ലോ. അപ്പോൾ വനിതാ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾക്ക് അത്തരം ഘട്ടങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഇടപെടാനും കഴിയാറുണ്ടോ?
തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏറ്റവും എനിക്ക് എന്തായാലും ഇപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, കേരളത്തിൽ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും ആളുകളെല്ലാം നേരെ വനിതാ കമ്മീഷൻ എന്ത് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരൊറ്റ കമ്മീഷന്റെ ആവശ്യമുള്ളൂ, വനിതാ കമ്മീഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ കേസെടുക്കേണ്ടതും അത് കൈകാര്യം ചെയ്യേണ്ടതും ബാലാവകാശ കമ്മീഷനാണ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളാണ്. അല്ലാതെ വനിതാ കമ്മീഷൻ അല്ല അതിനകത്ത് കേസെടുക്കേണ്ടത്. അത് എന്ത് വന്നാലും, കാരണം ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഇപ്പോഴാണ്. അതുകൊണ്ടാണല്ലോ വിമർശിക്കുന്നത്. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചും അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചും ആൾക്കാർ വിമർശിക്കില്ല. കാരണം ഇപ്പൊ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നമ്മൾ ഇപ്പൊ ഏത് കാര്യത്തിലും നമ്മൾ ഇടപെടുമ്പോഴത്തേക്കും പല അഭിപ്രായങ്ങൾ പല കോണിൽ നിന്നുണ്ടാകും. ആ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് അവരുടേതായ വീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷെ വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു കേസിൽ പോലും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പോലും അവരുടെ രാഷ്ട്രീയം എന്താണോ, അവരുടെ ഏത് സാഹചര്യത്തിൽ നിന്നാണോ എന്ന് ഞാൻ ഇന്ന് വരെ നോക്കിയിട്ടില്ല. അവിടെ ഇപ്പൊ ഈ പറഞ്ഞ കേസുകളിലൊക്കെ തന്നെ അത് ബാലാവകാശ കമ്മീഷനാണ് ആ വിഷയത്തിലൊക്കെ കേസ്. പ്രതിസ്ഥാനത്തുള്ളവരുടെ രാഷ്ട്രീയവും പരിശോധിക്കാറില്ല. അവിടെ സ്ത്രീയുടെ നീതി മാത്രമാണ് പരിഗണനാ വിഷയം, അല്ലേ? തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്തുള്ളവരുടെ രാഷ്ട്രീയം എന്തിനാണ് പരിഗണിക്കുന്നത്? സ്ത്രീക്ക് നീതി കൊടുക്കുക എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. അതിന്റെ പ്രതിസ്ഥാനത്തുള്ളവരുടെ രാഷ്ട്രീയം നോക്കേണ്ട ഒരാവശ്യം വനിതാ കമ്മീഷനില്ല. ഈ വരുന്ന പരാതിക്കാരിയുടെയും രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. അത്രയും ഉത്തരവാദിത്വ ബോധത്തോടെയാണോ സംസ്ഥാന വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്? അഡ്വക്കേറ്റ് OM ശാലീന, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മറുവാദം അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടോ? അല്ല, ഈ വിഷയത്തിൽ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഇപ്പോഴും അത് നമ്മുടെ കാതുകളിലുണ്ട്. കാരണം പാർട്ടി സംവിധാനവും പാർട്ടി കോടതിയും പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് വളരെ ആർജവത്തോടു കൂടി പറഞ്ഞ ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അവിടെ നിന്ന് എത്രമാത്രം നീതി കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിലൊരു പരാതി പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് വന്ന സമയത്ത് ആ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനാണ് അതിന്റെ തീവ്രത കളഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം അതൊക്കെ അവരുടെ കാര്യം. ഇവിടെ അത്തരത്തിലുള്ള പല സംരക്ഷണങ്ങളും പാർട്ടി അനുഭാവികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് സർക്കാരിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ പെൺകുട്ടികൾക്കാർക്കും തലേണയുടെ അടിയിൽ കൊടുവാള് വെച്ച് കിടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു ഇടതുപക്ഷ സർക്കാർ അവരുടെ സർക്കാരിന്റെ സംരക്ഷണയിൽ ഇരിക്കുമ്പോഴാണ് ഈ കാര്യം ഉണ്ടാകുന്നത്. അവിടെയാണ്. കാരണം ഇപ്പം വീടുകളിൽ വെച്ച് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെയും മനസ്സിലാക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുമ്പോൾ ഇവിടെ സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകണം എന്ന് നിർബന്ധമുള്ള സമയത്താണ് സർക്കാരിന്റെ സംരക്ഷണയിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സർക്കാരിന് അതിൽ പറഞ്ഞേ മതിയാവുകയുള്ളൂ, സർക്കാരിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. ഇവിടെ ശ്രീ ഭാസ്കർ പറഞ്ഞൊരു കാര്യം, ഇപ്പം PCC അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ളത് നിർബന്ധമാണ് എന്നിരിക്കെ 2014-15 ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, സമ്മതിക്കുന്നു, ഉണ്ടാകാം. 2019 സെപ്റ്റംബർ മാസത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കനുവ് 108 ആംബുലൻസുകൾ ലോഞ്ച് ചെയ്യുന്നത്. അന്ന് ഈ 2019 സെപ്റ്റംബറിൽ ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഡ്രൈവറായിട്ട് അവിടെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇവരുടെ മുന്നിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ടെമ്പററി അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ മുന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാതെങ്കിൽ അതിന് അപേക്ഷ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് എക്സംഷൻ കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ കായംകുളം പോലീസിൽ നിന്ന് വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു അപേക്ഷ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോ നിയമം എന്താണോ പാലിക്കേണ്ടത്, എക്സംഷൻ ആർക്ക് കൊടുക്കാം? കാരണം വേണമെന്നുള്ളതാണ് നിയമം, PCC വേണമെന്നുള്ളതാണ് നിയമം. PCC കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അപേക്ഷ കൊടുത്തവർക്ക് എക്സംഷൻ കൊടുക്കാം. ഇവിടെ അതുമല്ല, അപേക്ഷയെ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ആ നിയമനത്തിന് പിന്നിലുള്ള മാനദണ്ഡം എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് അത് കേവലം വ്യക്തി താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ഇവിടെ നടക്കുന്ന നിയമനങ്ങൾ, പ്രത്യേകിച്ചും ഇത്തരത്തിൽ വളരെ ശ്രദ്ധ കൊടുത്ത് ആളുകൾക്ക്, കാരണം ഒരു കോവിഡ് പശ്ചാത്തലം അല്ലെങ്കിൽ കോവിഡ് ബാധിച്ചു എന്ന് പറയുമ്പം ആ ഒരു രോഗിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു അവസ്ഥയിലാണ് അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ നീചമായിട്ടുള്ള ഒരു പീഡനത്തിന് കൂടി ഇരയാകേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ എന്തൊരു വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ വളരെ ഭീഭത്സമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ആ 19കാരിക്ക് പോകേണ്ടി വന്നത് എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ.
അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് തടയാൻ സാധിക്കില്ല. ഞാൻ ഈ പറയുന്നത് ഇപ്പം ശ്രീമതി ഷാഹിദ കമാൽ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം അവരുടെ മുന്നിലെത്തുന്ന കാര്യങ്ങൾക്ക് അവർ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. ശരി, മുന്നിൽ എത്താതിരിക്കാൻ സർക്കാരിന് ഇവിടെ ഇടപെടലുകൾ നടത്താമായിരുന്നല്ലോ. അവിടെ സർക്കാർ എവിടെയെല്ലാമാണോ ഇടപെടലുകൾ നടത്തേണ്ടത് അവിടെ മുഴുവൻ വെള്ളം ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം എപ്പോഴും പറയാറുള്ള ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ സുരക്ഷയുടെ കാര്യം, മറ്റൊന്ന് ദളിതരുടെ കാര്യം. ഈ വാളയാറിലെ പെൺകുട്ടികളായാലും ഇപ്പോൾ ഈ 19-കാരി പെൺകുട്ടിയാണെങ്കിലും അവർ രണ്ടുപേരും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എന്ത് സംരക്ഷണമാണ് സർക്കാരിന് കൊടുക്കാൻ സാധിക്കുന്നത്? അപ്പം ഇങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പിലാവുന്നില്ല എന്ന് മാത്രമല്ല, കേരള മോഡൽ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കപ്പെട്ട കൊറോണ പരിരക്ഷ വരെ അതിലും യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത്തരത്തിലുള്ള വെള്ളം ചേർക്കലുകളാണ് നടക്കുന്നത് എന്നുള്ളത് ഇത്തരം സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അതിന് രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ല. ഒരു സർക്കാർ ആകുമ്പോൾ സർക്കാർ കൊടുക്കേണ്ട സംരക്ഷണം സർക്കാരിന്റെ അവരുടെ പരിധിയിൽ വരുമ്പോൾ, സർക്കാരിന്റെ സംരക്ഷണയിൽ വരുന്ന സമയത്ത് പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് എന്ന് ഈ സംഭവം മുന്നോട്ട് വെക്കുന്നു, ഈ സംഭവം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ പറഞ്ഞത്. കാരണം ഇത് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറ്റിക്കളയാൻ സാധിക്കില്ല. ഇതിന് PCC വാങ്ങേണ്ട ഈ അപ്പോയിന്റ്മെന്റ് നടത്തേണ്ട സംഭവം മുതൽ ആ സമയം മുതൽ ഇതിൽ വീഴ്ചയുണ്ട്. 108 ആംബുലൻസുകളുടെ ഡ്രൈവർമാരെ അപ്പോയിന്റ് ചെയ്തത് എന്ന് പറയുന്നത് അത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കുറെ പേരെ നമ്മൾ ജോലിക്കെടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ 108 ആംബുലൻസുകളുടെ ഡ്രൈവർമാരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആളുകളെ കണ്ടെത്തിയതെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലില്ല. കാരണം PSC പരീക്ഷ എഴുതി യോഗ്യരായിട്ടുള്ള ഒരുപാട് ഡ്രൈവർമാർ അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുന്ന ഒരു കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ടെമ്പററി അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കരുതൽ എന്തൊരു കരുതലാണ് എന്ന് പരസ്യത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ കരുതൽ ഉണ്ട് എന്ന് ഇവിടുത്തെ പൊതുജനത്തിന് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ വേണ്ട സുരക്ഷ ഉണ്ടാകണം. അത് തന്നെയാണല്ലോ ഇപ്പൊ നേരത്തെ ശ്രീ സുബീഷ് സൂചിപ്പിച്ചതുപോലെ കൊറോണ സെന്ററുകളിൽ ഡോക്ടർ പോലും തിരിഞ്ഞു നോക്കിയിട്ട് 3-4 ദിവസമായി എന്ന് പറയുന്നത്, വേണ്ടത്ര ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 2 ലക്ഷം ആളുകൾ വന്നാലും ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ കേരള സർക്കാർ പക്ഷെ അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന സുരക്ഷയൊന്നും ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഇനി അടിയന്തരമായി സർക്കാർ ഒരു യോഗം ചെയ്ത് പെൺകുട്ടികളുള്ള വീടുകളിൽ ഇത്തരത്തിൽ കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനം അടിയന്തരമായിട്ട് എടുക്കണം. കാരണം ഇത്തരത്തിലാണ് സർക്കാർ സംവിധാനം എന്നുണ്ടെങ്കിൽ കൊറോണ ബാധിച്ച പെൺകുട്ടികളെ സർക്കാരിന്റെ സംരക്ഷണയിൽ കൊടുക്കാൻ ഇവിടുത്തെ ഒരു അമ്മമാരും തയ്യാറാവില്ല. കാരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് അതിന്റെ അപലപനമല്ല അമ്മമാർക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വേണ്ടത്, അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കലാണ്. അപ്പൊ ആ ഉണ്ടാകാതിരിക്കലിന് വേണ്ടി സർക്കാരിന്റെ സംരക്ഷണയിൽ കൊടുത്താൽ പോലും ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകൊടുക്കാൻ ഇനി ഇവിടുത്തെ കേരളത്തിലെ വീട്ടുകാർ തയ്യാറാകില്ല എന്നുള്ളതെങ്കിലും സർക്കാർ മനസ്സിലാക്കണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് അപലപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആശങ്ക രേഖപ്പെടുത്തിയതുകൊണ്ടോ ഞെട്ടൽ രേഖപ്പെടുത്തിയതുകൊണ്ടോ കാര്യമില്ല. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ 108 ആംബുലൻസ് സർവീസിൽ നൗഫൽ എങ്ങനെ നിയമിക്കപ്പെട്ടു എന്ന ചോദ്യത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി 108 ആംബുലൻസുകളുടെ പ്രവർത്തനം കൂടി നമ്മൾ അന്വേഷണ വിധേയമാക്കേണ്ടതില്ലേ? പല രീതികളിലും ഈ 108 ആംബുലൻസ് സർവീസുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ പേരെടുത്ത് പറയുന്നു എന്ന് വിചാരിക്കരുത്. പോപ്പുലർ ഫ്രണ്ട്, SDPI പോലുള്ള സംഘടനകൾ പല മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോലും ഈ ആംബുലൻസ് സർവീസുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതികളും വാർത്തകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇവയുടെ പ്രവർത്തനം തന്നെ നമ്മൾ സമഗ്രമായ രീതിയിൽ അന്വേഷണ വിധേയമാക്കുകയും എന്തുകൊണ്ട് നൗഫൽ അടക്കമുള്ള വധശ്രമ കേസിലെ പ്രതികളായവർ തന്നെ ഇപ്രകാരം ആംബുലൻസിൻ്റെ ഡ്രൈവറായി മാറുന്നു, ആ സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ ഇതിന് പിറകിൽ ചില താല്പര്യങ്ങളും അജണ്ടകളും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? അല്ല, ഞാൻ 2-3-4 കാര്യങ്ങളാണ് അടിയന്തരമായി ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത്. സുധീഷ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഈ ആംബുലൻസ് സർവീസ് കേരളത്തിലെ പ്രൈവറ്റ് ആയാലും ശരി ഗവൺമെൻറ് ഓണ്ടായാലും ശരി അവിടെ എല്ലാം കരാറടിസ്ഥാനത്തിലും അല്ലെ ഡെയിലി വേജസിൽ വരെ ആൾക്കാരെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പോലീസ് ക്ലിയറൻസ് അത്യന്താപേക്ഷിതമാണ്. ലോക്കൽ പോലീസിൽ ക്ലിയറൻസ് വാങ്ങി 2 വിധത്തിലാണ് ക്ലിയറൻസ് കൊടുക്കുന്നത്. ഒന്ന്, വ്യക്തികൾ തന്നെ അപേക്ഷിച്ചിട്ട് അവരുടെ ആപ്ലിക്കേഷൻ്റെ ഒപ്പം തന്നെ PCC സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുക്കും. രണ്ടാമത്, അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്കാർ ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് അവിടുന്ന് ക്ലിയറൻസ് വാങ്ങണം. ഇത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ അടിയന്തരമായിട്ട് നടപ്പാക്കണം. കേരളത്തിലെ മുഴുവൻ ആംബുലൻസ് സർവീസിലും ജോലി ചെയ്യുന്നവരും കരാറടിസ്ഥാനത്തിലോ ഡെയിലി വേജസിലോ ഉള്ളവരെല്ലാം 2-3 ദിവസം കൊണ്ട് പോലീസ് ക്ലിയറൻസ് വാങ്ങിക്കാൻ സാധിക്കും നമുക്ക്. അതൊന്ന്. അടുത്തത്,
DMO പത്തനംതിട്ട പറഞ്ഞ ഒരു കാര്യം ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അതെന്തായാലും അത് പിൻവലിക്കണം. കാരണം രാത്രി 8-ന് ശേഷം കോവിഡ് രോഗികളെ കൊണ്ടുവരാൻ ആംബുലൻസ് ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് തെറ്റ് ഒരിക്കലും പാടില്ല. അത് പിൻവലിക്കേണ്ടി വരും. കാരണം രാത്രിയിലാണ് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ രൂക്ഷമാകുന്നത്. അങ്ങനെയുള്ള രോഗികളെ തീർച്ചയായിട്ടും കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സൗകര്യം. പിന്നെ എന്തിനാണ് ഈ ആംബുലൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? പകലെക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, രാത്രി കാലങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ആംബുലൻസിൽ കൃത്യമായി ഒരു എക്സ്ട്രാ ആയിട്ട് ഒരാൾ, ഒരു ലേഡിയോ അല്ലെങ്കിൽ അല്ലാതെ ഒരു പുരുഷനും കൂടെ വേണം. ഒറ്റയ്ക്ക് ഒരാളെ അതിന് പകരം ഈ രാത്രിയിൽ രോഗിയെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ രോഗിക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കുകയാണ് വേണ്ടത്. അതാ ഞാൻ പറഞ്ഞു. ഞാൻ 2-4 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചു. ഒന്ന് അതെന്തായാലും ആ DMO പറഞ്ഞ ശരിയായില്ല. അടുത്തത്, ഈ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഹെൽത്ത് ഓഫീസർമാർ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനൊന്നും ഒരാളെ അപേക്ഷിച്ചാൽ ഒന്നെങ്കിൽ അവരുടെ വീട്ടിൽ പോയി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അല്ല അവരുടെ ഓഫീസിൽ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അല്ലാതെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു ഹെൽത്ത് ഓഫീസർ നടപടി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇല്ലീഗലായ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന ഹെൽത്ത് ഓഫീസർമാർ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴുണ്ടായ 2ാമത്തെ പീഡനത്തിന് ആ കുട്ടിക്ക് കയ്യിലെ പരിക്കുണ്ടായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണമെങ്കിൽ കോവിഡ് ഫ്രീ എന്നുള്ള നെഗറ്റീവ് ഒരു സർട്ടിഫിക്കറ്റ് വേണം. ആ കൊച്ചിന് അത് പരിക്ക് പറ്റി കഴിഞ്ഞാൽ 10 മിനിറ്റിനകം ആ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ പറ്റുള്ളൂ. ആ കൊച്ചിയെ 13-ാം തീയതി ആ വീട്ടിൽ കൊണ്ടുപോയി ഉച്ച മുതൽ അടുത്ത ദിവസം രാവിലെ വരെ പീഡിപ്പിക്കുകയും ചെയ്ത് കാലും കൈയും കെട്ടിയിട്ട് പീഡിപ്പിച്ചതാണ്. അതിനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മര്യാദ പഠിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ നിയമവിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സർക്കുലർ ഗവൺമെൻറ് ഇറക്കിയിട്ട് ഒരു കാരണവശാലും കോഡിൻ്റെ സർട്ടിഫിക്കറ്റ് അതായത് ഓഫീസിൽ കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ എത്തിക്കണം, അല്ലെങ്കിൽ ആ വീട്ടിൽ ചെല്ലുക ഹെൽത്ത് ഓഫീസർ. ഒരു ഏരിയയിൽ മാത്രമല്ലേ ആ ഹെൽത്ത് ഓഫീസർ ഉള്ളൂ, അതുപോലെ ഒത്തിരി ഏരിയ അയാൾക്ക് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ നടപടിയും കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നേരത്തെ OM ശാലിനെയും മറ്റവരുമൊക്കെ ഇതേപ്പറ്റി ഒരു കോവിഡ് കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാനത്ത് ചെയ്യണമെന്നുള്ള കാര്യം ഗവൺമെൻറ് സർക്കുലറെല്ലാം വിശദീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ പാലിക്കപ്പെടണം. നമ്മൾക്ക് അത് ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് അത് പാലിക്കപ്പെടാനുള്ള ഒരു സംവിധാനം ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു നമുക്ക്. അതുപോലെ പോലീസ് എവിടെ വേണേലും ശരി, കേരളത്തിലെ പോലീസ് എല്ലാം വളരെ അലർട്ടാണ്. അവർ ഒരു ആംബുലൻസിൻ്റെ പിന്നാലെ അവർ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പല സന്ദർഭത്തിലും. കൺസേൺഡ് ആയ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, നിങ്ങളുടെ ലിമിറ്റിലേക്ക് ഇതാ വരുന്നു. തീർച്ചയായിട്ടും അവിടെ എത്ര തിരക്കുണ്ടെങ്കിലും ശരി, പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ആംബുലൻസിൽ ഒരാൾ അയക്കുന്നെന്ന് ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇതാ ആംബുലൻസിൽ നിന്ന് അടൂരേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ അയച്ചാൽ കറക്റ്റായിട്ട് അവിടെ 10 മിനിറ്റിനകം ചെന്നില്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും അത് വെരിഫൈ ചെയ്യും. അപ്രകാരം ഒരു സഹായം നൽകുന്നതിൽ, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അപ്രകാരം ഒരു സഹായം ലഭ്യമാക്കുന്നതിൽ പോലീസിനെ സംബന്ധിച്ച് സാങ്കേതികമായി മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. പോലീസ് സ്റ്റേഷൻ 24 hours ആളുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. കൃത്യമായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഫോൺ കോൾ മിക്കവാറും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി കേരള പോലീസ് ചെയ്യുന്ന കാണുന്നുണ്ട് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫോൺ കോൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമുള്ളൂ. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടുത്തെ GD ചാർജ് ആ ദിവസമുള്ള ആൾ ഫോളോ അപ്പ് ചെയ്യും. അവിടെ വന്നോ പിടിച്ച് ഇത് ആ കൊച്ചിനെയും കൊണ്ട് 10 മിനിറ്റിനകം ചെല്ലേണ്ട സ്ഥലത്ത് ഏകദേശം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് ആ കുട്ടിയെ കൊണ്ട് അവിടെ ചെന്നത്. അത് തന്നെയല്ല, ഇതുപോലെയുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടാണ് പലതും ഉണ്ടാകുന്നത്. ഇപ്പോൾ 2014-2015 ഒരു കേസിനകത്ത് ഉൾപ്പെട്ട ഒരാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കമ്പനിക്കാർ EMR-കാരല്ല അവരുടെ GVK എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്തുകൊണ്ട് ക്ലിയറൻസ് വാങ്ങിച്ചില്ല? നമുക്ക് കേരളത്തിലുള്ള സർക്കാരായാലും ശരി, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു കാര്യം ചെയ്യണം. ഒരു ദിവസം ഡെയിലി വേജസ് ആയാലും ശരി, അല്ലെങ്കിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായാലും ജോലി ചെയ്യുന്നത്. ഞാൻ ഈ സ്വപ്ന സുരേഷിൻ്റെ സംഭവത്തിന് ശേഷമാണ് കൂടുതൽ ഇത് വിജിലൻ്റായി ഞാൻ സംസാരിക്കുന്നതിൻ്റെ കാരണം. എന്ത് ജോലിക്കായാലും ശരി, കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ ആ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ട്, അവിടെ നിന്ന് ക്ലിയറൻസ് കിട്ടണം. എത്ര കേസിലെ പ്രതിയാണെന്നൊക്കെ കൃത്യമായി പോലീസ് സ്റ്റേഷൻ റെക്കോർഡ് ഉണ്ട്. അതുകൊണ്ട് അത് അറിയിക്കണം. ഇയാൾ ഏതൊക്കെ ആൾക്കാരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഏത് പെണ്ണുങ്ങളെ മിസ്യൂസ് അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് ക്ലിയറൻസ് കിട്ടും. അതുകൊണ്ട് ഏത് സർക്കാർ ജോലിക്കായാലും ശരി, ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെ ആയാലും ഒരു പോലീസ് ക്ലിയറൻസ്, അല്ലെങ്കിൽ ഈ ആപ്ലിക്കൻ്റ് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ അവർ PCC വാങ്ങിച്ചുകൊണ്ട് വരും. അത് ക്രോസ് ചെക്ക് ചെയ്യണം.
അതും ക്രോസ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ഇതുപോലെയുള്ള വീഴ്ചകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പ്രാപിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, പാലക്കാട്ടെ 2 കുട്ടികളുടെ അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട്, അത് കെട്ടിത്തൂക്കിയതല്ലാതെ 12 വയസ്സും 13 വയസ്സുള്ള കുട്ടി ഒരിക്കലും ഒരു സൂയിസൈഡിൽ പോവില്ല. അതിൻ്റെ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് എന്തായാലും ശരി, ഹൈക്കോടതി അത് നിരീക്ഷിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും 302-നെ, അതിനകത്ത് 376, 370 റേപ്പും പോക്സോ ഒക്കെ ഉണ്ടായിക്കോളൂ. 302-നുള്ള FIR ഇനി എടുക്കാം. എത്ര ലേറ്റ് ആയാലും ശരി, ആ ഒഫൻസിന് ഒരു FIR വന്നിട്ടില്ല. അതുകൊണ്ട് ദീപ്തി മേരി വർഗീസും വയം ശാലിനെയും ദയവ് ചെയ്തിട്ട് ആ 302-ന് ഒരു FIR-നുള്ള ഒരു പരാതി കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് നമുക്ക് ആ കൊച്ചുങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാ ഭരണകക്ഷിയായാലും ശരി പ്രതിപക്ഷമായാലും ശരി ആ കൊച്ചുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു 302-ന് FIR കൊടുക്കാൻ തയ്യാറായാൽ കൃത്യമായിട്ട് FIR എടുക്കുകയും ചെയ്യും. ഹൈക്കോടതി അത് നിരീക്ഷിക്കുകയും ചെയ്യും. ആ കുട്ടികൾക്ക് നീതി നടപ്പാക്കാനും പറ്റും. യെസ്, വളരെ സാങ്കേതികമായ കൃത്യമായ നിർദ്ദേശമാണ് ശ്രീ ജോർജ് ജോസഫ് താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ചർച്ചയുടെ അന്തിമഘട്ടത്തിലേക്ക് വരാം. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇവിടെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ശ്രീ ജോർജ് ജോസഫ്, അദ്ദേഹം മുൻ SP കൂടിയാണ്, പറഞ്ഞ സാങ്കേതികവും കൃത്യവുമായ മാർഗനിർദ്ദേശങ്ങൾ താങ്കളും കേട്ടിരിക്കുമല്ലോ. അതനുസരിച്ചുകൊണ്ടുള്ള ഭേദഗതികളും തിരുത്തലുകളും പ്രതീക്ഷിക്കാമോ? അനുഭവങ്ങളിൽ നിന്നാണല്ലോ സാധാരണഗതിയിൽ, പാളിച്ചകളിൽ നിന്നുമാണ് സാധാരണഗതിയിൽ നാം തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. അത്തരത്തിൽ തുറന്ന മനസ്സ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. എന്നിരുന്നാലും ദീപ്തി നേരത്തെ ഉന്നയിച്ച ഒരു കാര്യത്തിന് എൻ്റെ അറിവിൽപ്പെട്ട ഒരു സംഗതി ഞാൻ പറയേണ്ടിയിരിക്കുന്നു. CITU-ന് ആംബുലൻസ് ഡ്രൈവർമാരുടേതായ ഒരു അഫിലിയേറ്റഡ് യൂണിയൻ ഇല്ല എന്നുള്ള വസ്തുത ആണ് ആദ്യമായി എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ CITU-ൻ്റെ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരാൾ തീർച്ചയായും അടൂരോ പന്തളം പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടാനോ ചെല്ലാനോ ഉള്ള സാധ്യതയില്ല. കാര്യം ഇല്ലാത്ത സംഘടനയുടെ ഇല്ലാത്ത നേതാവ് വന്നു എന്ന തരത്തിൽ നിങ്ങൾ പുകമറ സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം നടത്തുന്ന നീർക്കുമളകളുടെ ആരോപണങ്ങളുടെ പോലെ അത്തരം നീർക്കുമളകളുടെ ആരോപണങ്ങൾ ദീപ്തിയെ പോലുള്ള വളരെ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതായി ഞാൻ കരുതുന്ന ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് വരാൻ പാടില്ലാത്തതായിരുന്നു. 2, ശാലിനി പറഞ്ഞ വിവരങ്ങൾ വെച്ച് നോക്കി ഞാനിതിനകത്ത് രാഷ്ട്രീയം പറയാനേ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഞാൻ രാഷ്ട്രീയം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ നിർഭയ കേസിൽ കേന്ദ്രം ഭരിച്ചിരുന്ന കൺട്രോൾ ചെയ്തിരുന്ന ദില്ലി പോലീസായിരുന്നല്ലോ. ആ ദില്ലി പോലീസിനെ ഞങ്ങൾ കുറ്റം പറയുന്നു? ആരെങ്കിലും കുറ്റം പറയുമോ? നിങ്ങൾ ഇത്തരത്തിൽ എന്തിനാണ് ഈ രാഷ്ട്രീയം പറയുന്നത്? വാളയാർ സംഭവത്തെ തുടർന്ന് കേരളത്തിൽ എടുത്തിട്ടുള്ള നടപടികൾ, നിയമരംഗത്തെടുത്തിട്ടുള്ള നടപടികൾ, നമ്മളിൽ ഭൂരിപക്ഷം പേരും അഭിഭാഷകരാണ്, നമ്മൾക്ക് നേരിട്ടറിയാവുന്ന വസ്തുതയാണ്. കേരളത്തിലെ സർക്കാർ അഭിഭാഷകരുടെ മെറിറ്റ് പരിശോധിക്കുന്നതിന് ഗവൺമെൻറ് കഴിഞ്ഞ നാളുകളിൽ എടുത്തിട്ടുള്ള തീരുമാനവും ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനർനിയമനം നടത്തിയിട്ടുള്ളതെന്നുള്ള വസ്തുത അഭിഭാഷകരായി നമുക്കറിയില്ലേ? ഈ കാര്യത്തിൽ പോക്സോ കോടതികളുടെ കാര്യത്തിൽ ഏതെങ്കിലും പോക്സോ പ്രോസിക്യൂട്ടേഴ്സിന് ഏതെങ്കിലും തരത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാളിച്ചകളും പരിഹരിക്കുന്നതിന് മെറിറ്റ് പരിശോധിച്ചാണ് തുടർ നിയമനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ കേരളത്തിലെ സർക്കാർ ഈ കേസിൽ, വാളയാർ കേസിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ കൂടി പരിശോധിച്ച് തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ആ കേസിന്റെ പരിഗണനകളൊക്കെ വരുന്നത്. അല്ലാതെ അതിലൊരു രാഷ്ട്രീയ നിറങ്ങൾ ആ അന്വേഷണം, ആ കേസ് ഒരു ഘട്ടത്തിലും അട്ടിമറിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണോ BN ഹസ്കർ വാദിക്കുന്നത്? ഞാൻ ആ കേസിൻ്റെ അന്വേഷണത്തിൽ ആ കേസിൽ കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസുകളും ദുർബലമായിരുന്നു. അതുകൊണ്ടാണ് ആ കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടത്. ആ പ്രതികളുടെ രാഷ്ട്രീയമല്ല പ്രശ്നം, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നീതിയാണ് ഇവിടെ പ്രശ്നം. ആ കുട്ടികളുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് പ്രതികളുടെ രാഷ്ട്രീയം പരിഗണനാ വിഷയമായതുകൊണ്ടാണല്ലോ പ്രതികളുടെ രാഷ്ട്രീയം പരിഗണനാ വിഷയമായതുകൊണ്ടായിരിക്കുമല്ലോ തെളിവുകൾ ദുർബലമായതും പിന്നീട് കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്. നിങ്ങൾ
സുബീഷ്, നിങ്ങൾ പരിശോധിക്കൂ, കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം പരിശോധിക്കൂ. കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം എന്നത് കൃത്യമായി സ്ത്രീ രാഷ്ട്രീയമുള്ള കേരളത്തിലെ ഏക സംഘടന എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്, ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് CPM. ഈ ചരിത്രത്തിൽ വ്യതിചലനങ്ങൾ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും. ചരിത്രത്തിൽ വ്യതിചലനങ്ങൾ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും. അത് പൊതുസമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചരിത്രത്തുമായി ചേർത്ത് വായിക്കേണ്ടതില്ല. നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മനസ്സ് എന്ന് പറയുന്നത് സ്ത്രീ സമത്വത്തെയും സ്ത്രീ സുരക്ഷയും സംബന്ധിച്ച് വിശാലവും ദൃഢവുമായിട്ടുള്ള ഒരു ചർച്ചയിൽ മനോഹരമായി പറയാവുന്ന വാചകങ്ങൾ മാത്രമായി മാറിക്കഴിഞ്ഞു ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ദീപ്തിക്ക് അക്കാര്യത്തിൽ എന്തോ വിയോജിപ്പ് രേഖപ്പെടുത്താനുണ്ട്. ഞാൻ ദീപ്തിയിലേക്ക് പോവുകയാണ്, ഹസ്കറിലേക്ക് വരാം. ദീപ്തി. അല്ല, സ്ത്രീ സുരക്ഷയും അതിലൊക്കെ കണ്ട ഞാൻ ഇന്ന് 2 ദിവസം മുമ്പുള്ള ചർച്ചയിൽ പറഞ്ഞു തുടങ്ങിയിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. വളരെ വൈറലായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. EMSന്റെ മകളുടെ 2 സാരി വാങ്ങാൻ വേണ്ടി EMS ഒരു കുറിപ്പെഴുതി അയച്ചു കൊടുക്കുന്നു ഒരു ഒരു വസ്ത്ര വ്യാപാരശാലയിലേക്ക്. 2 സാരി കൊടുക്കണം, പണം പിന്നീട് തരാം എന്ന് പറഞ്ഞ ഒരു പാരമ്പര്യ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ കോടികൾ മക്കൾക്ക് വേണ്ടി സെറ്റിൽ ചെയ്യാൻ വിദേശത്തും സ്വദേശത്തുമൊക്കെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കോടികൾ സെറ്റിൽ ചെയ്യുന്ന CPM സെക്രട്ടറിയാണ് നമ്മൾ കാണുന്നത്. ലഹരി മരുന്നിന്റെ ഉപയോഗം പോലും ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ്. ഈ പീഡന കേസുകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ അമിതമായി ഉണ്ടാവുന്ന ലഹരി ഉപയോഗം അമിതമായി കൂടുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്നത് സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലുള്ള ആളുകൾ, ഭരണവുമായി ബന്ധപ്പെട്ട ആളുകൾ, സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെ ഉയർന്ന തലത്തിലുള്ള ആളുകളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ളവരിലേക്കും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഈ പീഡനവുമായി അഭേദ്യ ബന്ധമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പീഡനങ്ങളുമായി. കാരണം കൊറോണ പോലെ അസുഖമുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിക്കണമെങ്കിൽ ഒരു സാധാരണ മാനസികാവസ്ഥയുള്ള ഒരു പുരുഷനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അസാധാരണമായ മാനസികാവസ്ഥകൾ ഉണ്ടാകുന്നതിന് മയക്കുമരുന്നിന്റെ വലിയ രീതിയിലുള്ള ഉപയോഗം ഇവിടെ വലിയൊരു ഘടകമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതിൽ CPMന്റെ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്നുള്ളത് സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്. ഹലോ, കേൾക്കാം ദീപ്തി. ഞാൻ പറഞ്ഞു വന്ന കാര്യം. പിന്നെ അതുപോലെ ഞാനൊരു ചെറിയ തിരുത്തൽ പറയുന്നത്, ഞാൻ ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെ യൂണിയൻ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ എനിക്ക് കിട്ടിയ പേര് ജാക്സൺ അടൂർ എന്നാണ്. അദ്ദേഹമാണ് ഈ നൗഫലിന് വേണ്ടി അവിടെ ഹാജരായെന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അസ്കർ തെറ്റിദ്ധരിച്ചിട്ടാണ് അത് പറഞ്ഞത് എന്ന് തോന്നിയോണ്ട് ഞാൻ പറയുകയാണ്. അപ്പോ അതുപോലെ ഈ നടക്കുന്ന ഇത്തരം പീഡനങ്ങളിൽ ഇതിൻ്റെ അകത്തൊന്നും ചരിത്രവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻകാല കാര്യങ്ങളും ഒന്നും പറഞ്ഞാൽ ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 4.5 വർഷത്തെ കാര്യം മാത്രം നമ്മൾ എടുത്തു നോക്കുക. എവിടെയാണ് നീതി ലഭിച്ചിട്ടുള്ളത്? സ്വന്തം പാർട്ടിയിൽ പോലും സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ല. PK ശശിയുടെ കാര്യം ഇത് പലതവണ പറഞ്ഞതായതുകൊണ്ട് എനിക്ക് തന്നെ പറയാൻ വിഷമമുണ്ട്. സ്വന്തം പാർട്ടിക്കകത്ത് ഒരു പെൺകുട്ടിക്ക് പീഡനത്തിന് പരാതി കൊടുക്കാൻ കഴിഞ്ഞു. അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട്? ഇത് പരിഹാസ്യം എന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുന്നത്? ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു, ശാരീരികമായി പീഡിപ്പിക്കുന്നു. അതിന്റെ തീവ്രതയുടെ ലെവൽ അളക്കുന്ന മീറ്റർ ഉള്ളത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ്. ഇവിടെ അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വനിതാ കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. വനിതാ കമ്മീഷൻ കേസെടുക്കുന്നുണ്ടാകാം, അതിന് പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനുള്ള അധികാര പരിധി അവർക്കില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അകത്തൊന്നും കാര്യമായൊന്നും നടക്കുന്നില്ല. ഇതിനു മുൻപുള്ള വനിതാ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്റെ സുഹൃത്തും കൂടിയായ സായിദ കമാൽ പറഞ്ഞതിൽ എനിക്ക് വലിയ ആക്ഷേപമുണ്ട്. കാരണം ഇതിന് എല്ലാ കാലത്തും വനിതാ കമ്മീഷനുകളുടെ അധികാര പരിധി എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും കാര്യങ്ങളിൽ ഇടപെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വാളയാർ കേസിന്റെ കാര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ അംഗമായിരുന്ന ആളാണ്
നേതാവാണ് പ്രതിക്ക് വേണ്ടി ഹാജരായത് എന്നുള്ള കാര്യം നമ്മളിവിടെ മറക്കരുത്. ഇതിന്റെ ഇടപെടലുകൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലുകൾ പലപ്പോഴും ഇതുപോലുള്ള പീഡന കേസിൽ പോലും, മറ്റുള്ള കേസുകൾ നിൽക്കട്ടെ, സ്വർണ്ണ കള്ളക്കടത്ത് കേസും ലഹരി മരുന്ന് വ്യാപാരവും മറ്റുള്ള അഴിമതികളും ഒക്കെ അവിടെ നിൽക്കട്ടെ, പീഡന കേസിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇടപെടുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനെ ഒരു കാരണവശാലും അതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത്. ഞാനിവിടെ അടിവരയിട്ട് പറയുകയാണ്, രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത്. അതിനെതിരെ അസ്കറിനെ പോലെയുള്ള വക്കീലന്മാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കേണ്ടതാണ് എന്ന് വിനീതമായി അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഒരു വിഷയം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അസ്കർ പറഞ്ഞത് പ്രോസിക്യൂട്ടർമാരെ അവരുടെ യോഗ്യത അനുസരിച്ചിട്ടാണ് നിയമിക്കുന്നതാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ യോഗ്യതയില്ലാത്ത ഒരാളാണ് വാളയാർ കേസ് കൈകാര്യം ചെയ്തത് എന്നൊരു ആക്ഷേപം ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയെയും വരെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാതെ, എന്താണ് കോടതിയിൽ, എങ്ങനെയാണ് ആ കോടതി നടപടികൾ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതെ, ഒന്നും അവരെ പറഞ്ഞു കൊടുക്കാതെയാണ് ആ ആളുകളെ ഒക്കെ തന്നെ കൂട്ടിൽ കയറ്റിയിട്ടുള്ളത് മൊഴി പറയാൻ വേണ്ടിയിട്ട്. നമുക്കൊക്കെ അറിയാലോ, സാധാരണഗതിയിൽ ഈ കോടതി കണ്ട് പരിചയമുള്ള ആളുകൾക്ക് വരെ കൂട്ടിൽ കയറി നിന്ന് ഒരു മൊഴി പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി പരിചയമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഇത്തരം സാക്ഷികളെ വരെ ഒരു ഉപദേശവും നൽകാതെ, ഒരു കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ ഈ വലിയ വലിയ വക്കീലന്മാരുടെ, ക്രിമിനൽ വക്കീലന്മാരുടെ മുന്നിലേക്ക് അവരെ വിസ്തരിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുമ്പോൾ ഒരു കേസിന് എന്ത് ഗതി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതാണ് ഇവിടെ വന്ന വീഴ്ച. ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അതാണ്, നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വാളയാർ പെൺകുട്ടികളുടെ കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ്. അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ദീപ്തി മേരി വർഗീസ് സൂചിപ്പിച്ചതുപോലെ ബാലാവകാശ കമ്മീഷന്റെ അംഗമായിട്ടുള്ള ഒരാള് അതിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാവില്ല. അതുകൂടാതെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ആളുകൾ അവർ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കില്ല. അപ്പൊ കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഈ പ്രോസിക്യൂഷൻ കേസ് നടത്തുന്നതിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വാളയാർ കേസിന്റെ കാര്യത്തിൽ വന്നത്. പിന്നെ മറ്റു സുബീഷ് ചോദിച്ചൊരു കാര്യം, പോലീസ് ഇതിന്റെ ഭാഗമാണോ എന്നുള്ളത്. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഭാഗം അത് പോലീസ് കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മെഡിക്കൽ ഓഫീസർ, ആംബുലൻസ് ഡ്രൈവർക്ക് 2 സ്ത്രീകളെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സ്ത്രീകളെ ഒറ്റയ്ക്ക് ഒരു ആംബുലൻസിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി പോലീസിന് സംരക്ഷണം ആവശ്യപ്പെടായിരുന്നു. അതുണ്ടായിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് കേവലം ഇതിൽ പ്രതിയായിട്ടുള്ള ഒരാളെ, നൗഫൽ എന്ന് പറയുന്ന ആളെ തിരിച്ചുവിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ജോലിയിൽ നിന്ന് നീക്കം ചെയ്തത് കൊണ്ടോ ഇവിടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്ത ഒരു ആരോഗ്യ മേഖലയാണ് നമുക്കുള്ളത്, ആ ആരോഗ്യ മന്ത്രാലയമാണ് നമുക്കുള്ളത് എന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് തന്നെയാണ് മറ്റു കൊല്ലത്തെ വിഷയവും. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ നിർദ്ദേശിക്കുന്ന തരത്തിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഒരു അവസരം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ അവസരം ഉണ്ടാകുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം നടക്കുമ്പോഴാണ്. അപ്പൊ ഇത് തന്നെയാണ് സ്ത്രീ സുരക്ഷ പറഞ്ഞ് സർക്കാരിന് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷയില്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം. യെസ്, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ പ്രതീക്ഷിക്കാമോ? അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ, അവസാനമായി മുഖ്യമന്ത്രി ഒരു വാക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് ഒരു പെട്ടെന്ന് അതല്ല, ഇതിൽ ഗവൺമെന്റിന് കൃത്യമായി ഇടപെടാൻ കഴിയും, ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കൃത്യമായി ഏതെങ്കിലും ഭാഗത്ത് പാളിച്ചകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഗവൺമെന്റ് നടപടിയെടുക്കും. ആ നടപടിയെടുക്കും എന്നുള്ള ഉറപ്പ് ഈ ഗവൺമെന്റിന്റെ കരുത്താണ്. അതാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് കേരളീയ ഉറപ്പുകൾ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പുകൾ ലംഘിക്കപ്പെടുന്നു എന്നതാണ് നിരാശാജനകമായ അനുഭവം. അതുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതും ഈ ചർച്ചകൾ അനിവാര്യമായി തീരുന്നതും. മഹാമാരിയേക്കാൾ വലിയ വൈറസുകളുണ്ട്. അർദ്ധരാത്രിയിൽ ആംബുലൻസ് ഡ്രൈവറെയും പട്ടാപ്പകൽ ആരോഗ്യ പ്രവർത്തകനെയും ഇളക്കി വിട്ടതും കാമക്കലി പൂണ്ടവരാക്കി മാറ്റിയതും ആ വൈറസാണ്. ആ രോഗത്തിന് സമൂഹം ചികിത്സ ഉറപ്പാക്കണം. ഒപ്പം രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഭരണകൂടമാണ്. BBC-യിലെ അഭിമുഖമെന്ന വീരവാദവും 6 മണി തള്ളുമല്ല. ജനങ്ങൾക്ക് സുരക്ഷയാണ് വേണ്ടത്. നിരീക്ഷണത്തിൽ പോയ മുഖ്യമന്ത്രിക്ക് പരിവാരങ്ങളുടെ സുരക്ഷയുണ്ട്, പക്ഷെ പാവങ്ങൾക്ക് അതില്ല. അതെന്തുണ്ടാകും, എങ്ങനെ ഉണ്ടാകും? മറുപടി നൽകിയേ പറ്റൂ പിണറായി സർക്കാർ. സമയം തീർന്നതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീമതി ഷാഹിദ കമാൽ, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, അഡ്വക്കേറ്റ് OM ശാലീന, അഡ്വക്കേറ്റ് B.N. ഹസ്കർ, മുൻ SP ശ്രീ ജോർജ് ജോസഫ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.